ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയോ? അതെ കണ്ടില്ലേ, അടിപൊളി ഒരു മിക്സഡ് ഫ്രൂട്ട് പായസം കേട്ടോ. മിക്സഡ് ഫ്രൂട്ട് പായസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പലതും ചിന്തയിൽ വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ചിന്തയിൽ വന്ന സാധനങ്ങളൊന്നും ആവില്ല ഇതെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വേറൊന്നും അല്ല കേട്ടോ. ഒന്നാമത്തെ ഐറ്റം നമ്മുടെ ചക്ക തന്നെ. കുറച്ച് ചക്കപ്പഴം കിട്ടിയതിൽ ബാക്കിയുണ്ട്. അവനങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഇതേ ഒന്നിച്ച് രണ്ടൊന്ന് കപ്പങ്ങ അങ്ങോട്ട് പഴുത്തു വന്നു, മാങ്ങ പഴുത്തു വന്നു. അപ്പോൾ തോന്നി ഒരു മിക്സഡ് ഫ്രൂട്ട് പായസം ഇവനെ മൂന്നിനെ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാൽ എന്താണെന്ന്. അങ്ങനെ തന്നെ വേഗം നമ്മുടെ ചക്കയൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ കപ്പങ്ങ റെഡിയാണ്, അതുപോലെ നമ്മുടെ മാമ്പഴവും റെഡിയാണ്. അപ്പോൾ ഈ ചക്കയെ ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണേ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ 2 ഫ്രൂട്ട്സിനെ എന്താ ചെയ്യണമെന്നുള്ളത് കാണാം. ഇപ്പോൾ ഇതിലേക്ക് ഒന്നും ഒഴിക്കുന്നില്ല, വെറുതെ ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ ചക്ക. അങ്ങനെ ചക്കക്കുട്ടനൊക്കെ വേവാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എന്താ വീഡിയോ ഇടാത്തേ ഷോർട്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ അസുഖം എന്ന് പറഞ്ഞ കാലുവേദന, നടുവിൻ്റെ പ്രശ്നങ്ങൾ, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതൊക്കെ മാറിയെങ്കിലും പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിട്ട് മാറാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് അതിലേക്ക് ഇറങ്ങിയാൽ ആ ഷോർട്സൊക്കെ നല്ല രസമായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഷോർട്സിലേക്ക് പോകാത്ത കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ ശർക്കര ഇട്ടെന്ന് തോന്നുന്നുണ്ടാവും. ശർക്കരയൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വേവിച്ച ചക്ക കേട്ടോ. അങ്ങനെ തന്നെ നമ്മളുടെ കപ്പങ്ങയും മാമ്പഴവും ഒക്കെ ചെത്തി. ഒരു കപ്പങ്ങ ഞാൻ എടുത്തുള്ളൂ കേട്ടോ അതിൽ നിന്ന്. പിന്നെ ഒരു മീഡിയം കപ്പങ്ങ എടുത്തു, അതേപോലെ തന്നെ 2-3 മാമ്പഴം ഉണ്ടായിരുന്നും കൂടെ എടുത്തിട്ട്. പിന്നെ ഈ കപ്പങ്ങയും മാമ്പഴവും ചക്കയും എല്ലാത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഒരേ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരേ അളവിൽ കഷ്ണങ്ങൾ എടുത്ത് അടിച്ച് കഴിഞ്ഞ് ഒരേ പാത്രത്തിലേക്ക് അളവെടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ചക്കയാണ് ഒരു ബൗൾ എടുത്തിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് അതിൻ്റെ അടുക്ക പിടിച്ചോ വരും ഏകദേശം നമ്മുടെ കപ്പങ്ങ, അതുപോലെ തന്നെ മാമ്പഴവും. അല്ലാതെ ഞാൻ കറക്റ്റ് ഒരേ ബൗളിനുള്ള അളവൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കണ്ടമാനം മുന്നിട്ട് ഒരു സാധനം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് അങ്ങോട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മൾ ഏകദേശം അടുക്ക പിടിച്ച് ഒരേ അളവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൻ്റെയും ടേസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തറിയൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ടോട്ടലി വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ കപ്പങ്ങയെല്ലാം ചെത്തി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചിട്ടൊന്നുമല്ല അടിച്ചേക്കണേ കേട്ടോ. നമ്മൾ ആ തൊണ്ടെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം വെറുതെ മിക്സിയിലേക്ക് ഇട്ടടിച്ച് എടുത്തുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ മാമ്പഴവും ഇതേപോലെ തന്നെ തോലെല്ലാം കളഞ്ഞ് അടിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർ 2 പേരും ഇവിടെ ഇരിക്കട്ടെ. ഇവരെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പായസത്തിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബാക്കി മാമ്പഴോടെ ഉണ്ട് കേട്ടോ, ഇത്രയല്ല, ഞാൻ അത്ര ഇട്ടുന്നുള്ളൂ. നമ്മുടെ കുക്കർ വിസിൽ വന്ന് ചക്കപ്പഴമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കര എടുത്തിട്ട് പൊടിച്ച് ആവശ്യത്തിനുള്ള ശർക്കര, നമ്മുടെ പഴവർഗ്ഗങ്ങളെല്ലാം മധുരമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ശർക്കര എടുത്തിട്ട് അരിച്ച് ഉരുക്കി നമ്മൾ ഉരുളിയിലേക്ക് വീണ്ടും തിരിച്ചൊഴിച്ച് അത്യാവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കപ്പങ്ങയും മാമ്പഴവും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വരട്ടാൻ തുടങ്ങി. അത് വരണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ചക്കപ്പഴം വേവിച്ച് വെച്ചേക്കണതും കൂടി ഇട്ടു. അങ്ങനെ എല്ലാം ചേർന്ന് നല്ലപോലെ വരണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തെറിച്ച് വരുന്ന പാകമാകുമ്പോൾ നമ്മുടെ തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. അതിങ്ങനെ തിളച്ച് കുറുകി നല്ലപോലെ വരുന്ന സമയത്ത് നമ്മൾ 2-ാം പാലും അതിനുശേഷം നല്ലപോലെ കുറുകി വന്നു കഴിയുന്ന സമയത്ത് ലാസ്റ്റ്, അതായത് 3-ാം പാൽ ഒഴിച്ചു 2-ാം പാൽ ഒഴിച്ചു നല്ലപോലെ കുറുകി ഏകദേശം വരുന്ന സമയത്ത് 1-ാം പാൽ ഒഴിച്ചെടുക്കും. ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കതിലേക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും അതേപോലെ തന്നെ ഏലക്കയുടെ പൊടി, ഇത്രയും പൊടികളും കൂടി കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് പായസത്തിന് ടേസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ അടിപൊളി ഫ്രൂട്ട് പായസം റെഡിയാക്കും. പിന്നെ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞ് പിഴിഞ്ഞെടുക്കാൻ പാടൊക്കെ ഉള്ളവർക്ക് കുറച്ച് മിൽമപ്പാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. മിൽമപ്പാലിൽ തന്നെ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക, അപ്പം 3-ാം പാലായി. അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചാൽ 2-ാം പാലായി. പിന്നീട് തനിപ്പാൽ ഒഴിച്ചാൽ 1-ാം പാലുമായി. അതല്ല എന്നുണ്ടെങ്കിൽ 1-ാം പാലിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അതും അല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് തേങ്ങയുടെ പാൽ തന്നെ ആവുകയും ചെയ്യും. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും പായസം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടാണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിൽമപ്പാൽ വാങ്ങിച്ച് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടോ. തേങ്ങ നെയ്യിൽ വറുത്തിട്ട് കൊടുത്താൽ മതി. എന്തായാലും നമ്മളുടെ പായസമൊക്കെ റെഡിയായി. നട്ട്സ് കിസ്മിസും വറുത്തിട്ടിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല, കാരണം ഇവിടെ ചിലരൊന്നും തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുമ്പോൾ